സേതു നിക്കേ, നീ ഇങ്ങനെ എടുത്തിയിടാൻ പോകണ്ട. അജയനെ നമുക്ക് വെറുതെ വിടാൻ പാടില്ല. അവൻ എവിടെ ഉണ്ടെങ്കിലും പൊക്കണം, അല്ലെങ്കിൽ അവൻ ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിന് നമുക്കിപ്പോ എന്ത് നോക്കും വലിച്ച? നമ്മളിപ്പോ അവനെ പൊക്കാൻ പോയാല് അത് അവൻ അനുകൂലമായിട്ടല്ലേ വരത്തുള്ളൂ. ഭാവനയും സൂര്യയും എങ്ങനെ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. എടാ, അതാടാ ഞാൻ പറഞ്ഞത്. നമ്മളാണെന്ന് അറിയാത്ത രീതിയിൽ വേണം അജയനെ പൊക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് പെരുമാറിയിട്ട് വിട്ടാ പിന്നെ അവന്റെ ശല്യം ഉണ്ടാവില്ല. അത് കൂടുതൽ ഗുരുതരമാകത്തേ ഉള്ളൂ വലിച്ച. അറിഞ്ഞിടത്തോളം രണ്ടും കൽപ്പിച്ച അവരുടെ വരവ്. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം എന്തെങ്കിലും വഴി കണ്ടില്ലെങ്കിൽ അവസാനം അനുഭവിക്കാൻ പോകുന്ന ഭാവനയും സൂര്യായിരിക്കും. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഭാവനെ കൊല്ലാൻ നോക്കിയാ പന്ന റാസ്കലിനെ വെറുതെ വിടണം. അവനെ എന്തെങ്കിലും എന്റെ കയ്യിൽ ഒറ്റയ്ക്ക് കിട്ടും വലിച്ച, അന്ന് ഞാൻ തീരുമാനിക്കും അവനെ എന്താ ചെയ്യേണ്ടതെന്ന്. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്താ വേണ്ടെന്ന്. പോലീസ് കേസ് ആയ പിന്നെ നമ്മളൊന്നും വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല. കാരണം ആ മാനസിക്ക് കല്യാണം പോലും ആയിട്ടില്ല. അതിന് കേസായാലും ഇത് കൂടുതൽ ബാധിക്കാൻ പോകുന്നതും ജയനിർമ്മലെ മാനസയായിരിക്കും. അവരാണല്ലോ മാനസയെ കൊണ്ട് ഈ വൃത്തിയോട് ചെയ്യിപ്പിച്ചത്. എടാ, അങ്ങനെ വന്നാ ഭാവനയും സൂര്യയെല്ലാം സമാധാനം പറയേണ്ടി വരും. ഒരു പെണ്ണിന്റെ മാനം പോകുന്ന കേസായത്. സ്വന്തം കാര്യത്തിന് വേണ്ടി അജയനും അവന്റെ ഭാര്യയും എന്ത് നാറിയ കളിയും കളിക്കും. ഒന്നാമതേ അജയനിപ്പോ 2 കൈയും വിട്ട് നടുക്കടലിൽ നിൽക്കുന്നവനാ. അപ്പൊ പിന്നെ അവന് കിട്ടി ഈ കച്ചിത്തുരുമ്പ് അവൻ നഷ്ടപ്പെടുത്തുവോ? ഒരിക്കലുമില്ല. നീ നേരത്തെ പറഞ്ഞ പോലെ സൂര്യയെ കൊണ്ട് മാനസയെ കല്യാണം കഴിപ്പിക്കാനുള്ള അടവാണ് ഇതിന് പിന്നിൽ. ഇതത് തന്നെ വലിച്ച. ഉറപ്പായിട്ടും അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ സൂര്യ തന്നെ സമ്മതിച്ചിട്ടുണ്ടേ. ഭാവനയെ വിട്ടൊരു ജീവിതം ഒരിക്കലും സൂര്യക്ക് ഉണ്ടാവില്ലെന്നല്ലേ അവൻ പറയാറുള്ളത്. അതൊക്കെ ശരി തന്നെയാ വലിച്ച. പക്ഷേ എങ്കിൽ ഇവിടെ സ്വന്തം മാനത്തിലാണ് സമാധാനം പറയേണ്ടി വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെ കഥകളാണ് അജയനും ഭാര്യയോടെ പറഞ്ഞുണ്ടാക്കുന്നത് ആർക്കറിയാം. വെല്ലിച്ചൻ പറഞ്ഞതുപോലെ ആ അജയൻ ഇപ്പൊ നിൽക്കുന്ന ഒരു നിലയിലെ കയത്തില്ല. ഭാവനെ വെല്ലിച്ച നീ അറ്റൻഡ് ചെയ്യും. ഭാവനെ. സേതുട്ടാ, ഏട്ടൻ വീട്ടിലാണോ? അതെ മോളെ, ഞാനും വെല്ലിച്ചനോട് നിങ്ങളുടെ ആരും പറഞ്ഞോണ്ടിരിക്കുക. വെല്ലിച്ചൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയും കിട്ടുന്നില്ല. മാനസ നമ്മളോടൊപ്പം ഉള്ളത് സേതുട്ടാ ഇപ്പൊ നമ്മുടെ രക്ഷ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പെട്ടുപോയേനെ. മോളെ വെല്ലിച്ചന, മാനസ നാളെ വാക്ക് മാറിക്കൂടുന്നില്ലല്ലോ. എത്രയായാലും അവള് സ്വന്തം മോളല്ലേ. വെല്ലിച്ച, ഇതിപ്പോ മാനസ അവളുടെ സ്വന്തം താല്പര്യപ്രകാരം ചെയ്തൊരു കാര്യം. അതുകൊണ്ടാ നമ്മളെ വിട്ടു പോയില്ല എന്നവള് പറഞ്ഞത്. നമുക്കൊരാളെ വിശ്വസിക്കാനല്ലേ പറ്റൂ വെല്ലിച്ച. മാനസയെ വിശ്വസിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നാളെ അവൾ വാക്ക് മാറ്റി പറഞ്ഞാ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾ അങ്ങനെ ചതിക്കൊന്നുമില്ല വെല്ലിച്ച. പിന്നെ അവളുടെ ഭാവിയെക്കുറിച്ചുള്ളൊരു വിഷമം മാത്രമേ ഇപ്പൊ ഞങ്ങൾക്കുള്ളൂ. മോളെ, എന്തായാലും നിർബന്ധിച്ചിട്ടല്ല അവളത് ചെയ്തത്. അതൊക്കെ ശരി തന്നെ ചെയ്തേട്ടാ. എന്നാലും നമുക്കത് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ അജയൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് ആർക്കറിയാം. എന്തു വന്നാലും നേരിട്ടല്ലേ പറ്റുള്ളൂ വെല്ലിച്ച. ഇവിടെ എല്ലാവരും ആകെ ടെൻഷനില്ല. ആന്റി മാനസയും കൂടി കാണിച്ച മണ്ടത്തരത്തിന് ഇപ്പൊ സമാധാനം പറയേണ്ടത് ഞങ്ങളാ. ആ അമ്പാലിക അജയനും അല്ല ഇപ്പൊ ഒരുമിച്ചാണെന്നാ വെല്ലിച്ചൻ പറഞ്ഞത്. അനിരുദ്ധന്റെ കാറിൽ അജയൻ പോകുന്നത് വെല്ലിച്ചൻ കണ്ടു. എനിക്കും ചെറുതായിട്ട് അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു ഏട്ടാ. ആരുടെയെങ്കിലും പിൻബലം ഇല്ലാതെ അവര് വീണ്ടും ഈ വീട്ടിലേക്ക് വരില്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അമ്പാലിയോട് ഞാൻ പോയി ചോദിക്കാം. അതൊന്നും വേണ്ട ഏട്ടാ. ഇപ്പോ തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ട്. നിയമപ്രകാരം നോക്കിക്കഴിഞ്ഞാ മാനസയെ കൊണ്ട് ഇങ്ങനൊരു വേഷം കെട്ടിച്ചതിന് ആന്റിയും സൂര്യയും സമാധാനം പറയേണ്ടി വരും. മോളെ, എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ബാക്കിയൊക്കെ നേരിട്ട് സംസാരിക്കാം. ശരി വെല്ലിച്ച. ഭാവനയുടെ സംസാരത്തിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. അത് പിന്നെ കാണാതിരിക്കില്ലല്ലോ വെല്ലിച്ച. അങ്ങനെ ഒരു കുരുക്കിലല്ലേ പോയി പെട്ടിരിക്കുന്നു. എന്തായാലും നിന്റെ വല്യമ്മയും കൂട്ടി നമുക്കൊന്ന് അതുവരെ പോയിട്ട് വരാം. ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ട് പോകാതിരിക്കുന്നത് മോശമാണ്. ശരി. തൽക്കാലം നീ വാ.